ഹായ് എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ക്യാരറ്റ് ഈത്തപ്പഴം കൊണ്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്കിന്ന് ഈ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പാൻ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം എടുത്ത് ചെയ്യണത്, എന്നാലേ അത് റെഡിയായി വരുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം കേട്ടോ. അത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ കേക്കിനും ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് ലോ ഫ്ലെയിമിലിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് ഏകദേശം നല്ല കളറായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ തിളച്ച വെള്ളമാണ്. 1/2 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മേലേക്ക് ഇത് പൊട്ടി തെറിച്ച് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് ദൂരത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കുറച്ച് ദൂരത്ത് നിന്നിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മേലേക്ക് ഇത് തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് മിക്സായി വരണ വരെ ഈ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്കിപ്പോൾ ഞാൻ നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് 1 ടീസ്പൂണ് കോഫി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഞാനത് തണുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പാത്രം ഡ്രൈ ആയിട്ടിരിക്കണം. അതേപോലെ തന്നെ മുട്ടയൊന്നും തണുപ്പുള്ളതാവരുത്. ഇൻഗ്രീഡിയൻസ് ഒന്നും തണുപ്പുള്ളതാവാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ശരിയാവില്ല. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഒരുമിച്ചിട്ട് കൊടുത്താൽ അത് കട്ട പിടിക്കും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി പതഞ്ഞ് വരുന്ന വരെ ഇത് മിക്സ് ചെയ്യണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഒരു 1/4 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുള്ളൂ. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് മധുരം ഉണ്ടാവും, അതുകൊണ്ട് 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് ചേർക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. നന്നായി പതഞ്ഞ് വരുന്നവരെ മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദയൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പാണ്. അതിലൊരു കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് ഒന്ന് തരിച്ചെടുക്കണം. ഇങ്ങനെ നമ്മൾ 2-3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്ത് കഴിഞ്ഞാലേ ഇത് നന്നായിട്ട് മിക്സായിട്ട് വരുള്ളൂ. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു 2-3 തവണ ഇതൊന്നിങ്ങനെ അരിച്ചെടുക്കണം, എന്നാലേ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ ഈത്തപ്പഴമാണ്. ഞാനൊരു 10 ഈത്തപ്പഴം ചെറുതായി നുറുക്കിയതാണിത്. ഇനി ഇതിലേക്ക് ഒരു ബൗള് ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചെറുതായി നുറുക്കിയത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം, എന്നാൽ അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഇത് നമ്മൾ ഇടുമ്പോൾ അതാകെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ മുട്ടയിലേക്ക് നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട്
നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഓവർ മിക്സിങ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മാത്രം മതി. ഈ മൈദയൊക്കെ നന്നായി ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക, കട്ട പിടിക്കാതെ നോക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച പഞ്ചസാരയാണ്, അത് ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് മിക്സ് ചെയ്യേണ്ടത്. ഇനി ഇത് മിക്സ് ചെയ്തതിന് ശേഷം, നന്നായി മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റും ഈത്തപ്പഴവും കശുവണ്ടി പരിപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുക. ഇനി വീണ്ടും ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് ട്രേ ഞാൻ ആദ്യം തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ കേക്ക് നമ്മുടെ സാധാരണ കേക്കിനൊക്കെ ഒരു 30 മിനിറ്റ് മതിയാവും ബേക്കിംഗ് ടൈം. ഇത് ഇങ്ങനെ ക്യാരറ്റും ഈത്തപ്പഴം അത് ഒരു ഏകദേശം 50 മിനിറ്റ് സമയമെടുക്കും. ഇത് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം വേണം ഇത് ബേക്ക് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എയർ ബബിൾസ് വരും. അപ്പോൾ നമ്മുടെ കേക്കിനുള്ളിൽ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു കുക്കറിൽ അടിഭാഗത്ത് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി ചൂടായതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ട്രേയിലേക്ക് ഇറക്കി വെച്ചു. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 50 മിനിറ്റോളം ബേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ആണിത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കിത് വെന്തോന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റിക്ക് എടുത്തിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത്, അല്ലെങ്കിൽ അത് ആ സ്റ്റിക്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വെന്തോ ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ചൂടുണ്ട്, അതുകൊണ്ട് ഇത് അഴിച്ചെടുക്കുന്നതിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് ചൂടോടുകൂടി തന്നെയാണ് അത് ഊരിയെടുക്കുന്നത്. അപ്പോൾ നമ്മളത് കേക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ തണുത്തതിന് ശേഷം ഉപയോഗിച്ചാലേ നമ്മുടെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗമാണ്. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേക്ക്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കൂടിയൊക്കെ ക്യാരറ്റ് ഈത്തപ്പഴമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴമൊക്കെ ഇതിലിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കേക്കാണിത്. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുമുണ്ട്. നന്നായി ഇങ്ങനെ സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.